അങ്ങനെ ഏതെങ്കിലും കൗൺസിലർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് മാധ്യമങ്ങളല്ല. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരാതി തരട്ടെ, അല്ലാതെ ഒരു അതോറിറ്റി ഇല്ലാത്ത വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുമോ? നേരത്തെ അവർ കൊയിലാണ്ടിയെ പോലെ, പന്തലാനി ബ്ലോക്ക് പഞ്ചായത്തിനെ പോലെ, അല്ലെങ്കിൽ പേരാവൂർ പോലെ ഞങ്ങൾ ഇതാണ് നിങ്ങൾ ഇതാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ യു ആർ റൈറ്റ്. മുമ്പ് യൂണിയന്റെ പാർലമെന്ററി പാർട്ടി കൗൺസിലർ നിങ്ങൾ നേതൃത്വവും പറഞ്ഞ പ്രകാരമല്ല അവസാന നിമിഷം വിപ്പ് കൊടുത്തപ്പോൾ ചില ആളുകൾ ഏത് കൗൺസിലറാ പറഞ്ഞേ പറയട്ടെ? അല്ല അപ്പോൾ പിന്നെന്താ അല്ലല്ല കിടന്നിരിക്കണം. അത് ഞങ്ങളുടെ പാർട്ടിയിലെ ചില ആഭ്യന്തര കാര്യങ്ങൾ വാർത്തയാക്കുമ്പോൾ അതിന് അതോറിറ്റി വേണം, അല്ലാതെ ഞങ്ങൾ റിപ്ലൈ ഇല്ല. കാരണം ഈ ഓഫീസ് തന്നെ 3 പാർലമെന്റ് പാർട്ടി കൊടുത്ത് കഴിഞ്ഞു, നാളെയും ചോദിച്ചായിരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും കൗൺസിലർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് മാധ്യമങ്ങളല്ല. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരാതി തരട്ടെ, അല്ലാതെ ഒരു അതോറിറ്റി ഇല്ലാത്ത വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുമോ? എല്ലാം ഇദ്ദേഹം അതിന്റെ എക്സ്പേർട്ടാണ്, ഞങ്ങൾ ചുമതലപ്പെടുത്തിയ ആളാണ് ഇദ്ദേഹം. പാർട്ടിയുടെ ഇദ്ദേഹം നമ്മുടെ ഉണ്ട്. അത് പിന്നെ കഴിയട്ടെ, ഞാൻ ഏതാന്നറിയണ്ടേ? നിങ്ങൾ നോക്കൂ. അങ്ങനെ ക്ഷേമം എടുക്കാൻ പറ്റുമോ? നമ്പർ 2 ഏതാണ്? നമ്പർ 2 ക്ഷേമാണ്. പിന്നെന്താ? നിങ്ങൾ കേൾക്കണം. അല്ല, അതിൽ അവർക്ക് വേണമെങ്കിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരാ അതിന്റെ ചെയർമാൻ? വൈസ് ഡെപ്യൂട്ടി അതിൽ എത്ര അംഗങ്ങൾ അവർ കൊടുത്തത്? എന്തിന് അത്രയും അംഗങ്ങൾ അവിടെ കൊടുത്തു? അവർക്ക് ഒരംഗം മാത്രം പോരായിരുന്നു, എന്നാലും ചെയർമാൻ സ്ഥാനം അവിടെ നിൽക്കൂലേ? അപ്പം ആ അംഗങ്ങളെ ഉപയോഗിച്ച് താഴോട്ട് കൊണ്ടുവന്ന ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൃത്യമായി അവിടെയാണ് വിഷയം. ഇവിടെ ഞങ്ങളിത് ഇദ്ദേഹം മുസ്ലിം ലീഗിന്റെ പാർട്ടിൻ്റെതും കോൺഗ്രസിന്റെ സ്വന്തം 2 പേരും ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ആരും ബന്ധപ്പെട്ടില്ല. ഞാനിത് ഇന്നലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് തന്നെ. അപ്പോഴാണ് ഞാൻ ഡീറ്റെയിൽസ് വാങ്ങിയത്. അല്ല, ധനകാര്യത്തിൽ ഇത്രയും കേൾക്കണം. അല്ലല്ല, നിങ്ങളൊരു കാര്യം, കഴിഞ്ഞ തവണത്തെ 17 കൗൺസിലർ ഞങ്ങൾ പരിശോധിച്ചോ? കാരണം വലിയ വലിയ കമ്മിറ്റികൾ കോൺഗ്രസിന് വേണ്ടി പ്രാതിനിധ്യമാണല്ലോ, അത്യാവശ്യമാണല്ലോ. ഇല്ലെങ്കിൽ നേരത്തെ പിന്നെ ഈ മാലിന്യത്തിനൊക്കെ പണം അനുവദിച്ച് പോവില്ലേ? ഒരാളുകളുടെ മൊത്തം പോവില്ലേ പണം? അതിലൊക്കെ ഒബ്ജക്റ്റ് ചെയ്യുന്ന ആൾ വേണ്ടേ? ഞങ്ങൾ മത്സരിച്ചല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജയിക്കുന്ന കൊണ്ട് ജയിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണെന്നുള്ള മെക്കാനിസങ്ങളൊന്ന് പറ. ഇത് നിങ്ങൾ ഇതൊന്ന് ഇത് പറഞ്ഞത് ശരിയാണ്. നേരത്തെ അവർ കൊയിലാണ്ടിയെ പോലെ, പന്തലാനി ബ്ലോക്ക് പഞ്ചായത്തിനെ പോലെ, അല്ലെങ്കിൽ പേരാവൂർ പോലെ ഞങ്ങൾ ഇതാണ് നിങ്ങൾ ഇതാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ യു ആർ റൈറ്റ്. കാരണം അത് പറയാത്തത് അവിടെ BJP ഇല്ല, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ഇവിടെ BJP ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഇസ് എ ക്ലിയർ അലിയൻസ് ഇൻ ബിറ്റ്വീൻ BJP and CPM. എന്തിന് ആരെ മാറ്റാൻ? അവരാക്കിയിരുന്നു അങ്ങനെ എന്ത് തർക്കം? എന്ത് തർക്കമാണ് അതിൻ്റെ അകത്ത്? പാർട്ടി എന്ത് തർക്കം? അല്ല, പാറോപ്പടി തൊഴിൽ എന്നത് ഞാൻ പറഞ്ഞു, അത് എടുത്തില്ലോ. അതല്ല ചോദിച്ചത്, എന്നോട് ചോദ്യം വേറെ ചോദിച്ചത്. ഏതാ? അല്ല, പാർട്ടി അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല, അത് പറയാം. കാരണം ഇപ്പം ഞങ്ങൾക്കൊരു അപ്പീൽ കമ്മിറ്റി വന്നിട്ടുണ്ട്, KC ജോസഫ് കമ്മിറ്റി. അവരുമായി സംസാരിച്ചിട്ട് ഞങ്ങൾ റിപ്പോർട്ട് കയ്യിലുണ്ട്. ഏതായാലും നിങ്ങൾ കൊടുത്ത വാർത്ത പോലത്തെ പിന്നെ ഞങ്ങൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അത് മാത്രം പറയാം. പിന്നെ ഈ പാർലമെന്റ് പാർട്ടി അല്ല, അത് പറയണമെങ്കിൽ അത് ഞങ്ങൾക്ക് കേൾക്കണം. സ്റ്റേറ്റിൽ മൊത്തം ഒരു അപ്പീൽ കമ്മിറ്റി വന്നിട്ടുണ്ട്. അവരുമായി ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ പുറത്തുവിടാൻ പാടുള്ളൂ. അത് എന്തായാലും പുറത്തുവിടും. ഞാൻ കോഴിക്കോട്ടെ മാത്രം പറഞ്ഞാണ് പുറത്തുവിടുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ പറട്ടെ, പാർലമെന്റ് പാർട്ടി ലീഗിനെ തുടങ്ങുന്നതിനൊക്കെ ലീഗിനായാലും കോൺഗ്രസിനായാലും സ്ഥിരമായ സംവിധാനമുണ്ട്. അത് പാർലമെന്റ് പാർട്ടിയുടെ ഭൂരിപക്ഷമാണ്. അത് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടിയില്ല. അത് ആർക്കും വിട്ടിരുത്താനാവില്ല. അത് ഓപ്പൺ സ്റ്റാൻഡാണ്, ഓപ്പൺ ഇലക്ഷനാണ്. ഇപ്പം ഞാനും റസാഖ് മാഷും ഷറഫും ഉണ്ടെങ്കിൽ, ഞങ്ങൾ 3 ആണെങ്കിൽ ആരാണ് ലീഡുന്നത് 2 ആളെ പിന്തുണയിൽ ഇരിക്കാവാൻ പറ്റുള്ളൂ. അതൊരു ക്ലിയർ സ്റ്റാൻഡാണ് കോൺഗ്രസ് പാർട്ടിയിൽ. അതിലപ്പുറം ഒന്നും നടന്നിട്ടില്ല.